ഹായ് ഫ്രണ്ട്സ്, വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു കഴിഞ്ഞ ആഴ്ച കടന്നുപോയത്. അപ്പോൾ വലിയൊരു ഇടിവിന് സാക്ഷ്യം വഹിച്ച ആ ഒരു മാർക്കറ്റിന് ശേഷം കഴിഞ്ഞ ഫ്രൈഡേ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 50 അഥവാ നിഫ്റ്റി ഇൻഡെക്സ് 364 പോയിന്റ് ഇടിഞ്ഞിട്ട് 1.52% ഒരു ഡൗണിൽ 23,557 എന്നുള്ള ലെവലിലാണ് സെറ്റിൽ ചെയ്തത്. അപ്പോൾ മൺഡേ മാർക്കറ്റ് റീ ഓപ്പൺ ചെയ്യുമ്പോൾ സ്വാധീനിച്ചേക്കാവുന്ന ചില ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അത് ചില സ്റ്റോക്കുകളിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധ്യതയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 21-ാം തീയതി നടന്ന ഇന്ത്യയുടെ GST കൗൺസിൽ മീറ്റിംഗ് ആയിരുന്നു ഒരു പ്രധാനപ്പെട്ട ഇവന്റ് കഴിഞ്ഞുപോയത്. അപ്പോൾ നിലവിലെ ആ ഒരു വീക്ക് എക്കണോമി സാഹചര്യത്തിൽ ചില ഇളവുകളൊക്കെ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തികച്ചും നിരാശപ്പെടുന്ന ഒരു ഔട്ട്കം ആണ് നമുക്ക് കാണാൻ കഴിയുക. ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അതിൻ്റെയൊക്കെ ഒരു പ്രീമിയത്തിൽ ചാർജ് ചെയ്യുന്ന GST പൂർണ്ണമായും എടുത്തു കളയില്ലെങ്കിലും ചില ഇളവുകൾ പോളിസി ഹോൾഡേഴ്സ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ നിലവിലെ GST 18% എന്ന ഒരു റേറ്റ് അത് നിലനിർത്തിക്കൊണ്ട് ഒരു മാറ്റവും ഇല്ലാതെ തുടരാനാണ് GST കൗൺസിൽ തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഇൻഷുറൻസ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകളാണ്. ഇപ്പോൾ GST മീറ്റിങ്ങിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റ് വരാൻ സാധ്യതയുള്ള സെക്ടർ ഓട്ടോ സെക്ടറാണ്. കാരണം ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു തീരുമാനം യൂസ്ഡ് കാറുകളുടെ വിൽപ്പനയിൽ നിലവിലുണ്ടായിരുന്ന 12% GST അത് 18% ഉയർത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇലക്ട്രിക് കാറുകളെ ഈ ഒരു ടാക്സ് ഹൈക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതും വളരെയധികം നിരാശപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓട്ടോ സ്റ്റോക്കുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് നേരിയ തോതിലെങ്കിലുമുള്ള ഒരു ഇമ്പാക്റ്റ് അവയിലുണ്ടാകും. ഇപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, മാരുതി സുസുക്കി, ഹിൻഡായ് മോട്ടോഴ്സ്, അതുപോലെ ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള ഓട്ടോ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. GST കൗൺസിലിൽ വന്ന പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഫോർട്ടിഫൈഡ് റൈസ് കേണൽസ്, അഥവാ നമുക്കറിയാം റൈസിൽ മൈക്രോ ന്യൂട്രിയൻസും അതുപോലെ വൈറ്റമിൻസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അതിനൊരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് പാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ അവരുടെ GST 18% നിന്നും 5% കുറച്ചത് ആ സ്റ്റോക്കുകളിൽ ഗുണകരമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില സ്റ്റോക്കുകളാണ് KRBL, വരുന്ന LT ഫുഡ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ. അതുപോലെ ലിക്കറും ടൊബാക്കോ മേഖലയിലുള്ള കമ്പനികൾക്ക് സിൻ ടാക്സ് ഏർപ്പെടുത്തുമെന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ തീരുമാനം മാറ്റിവെച്ചത് തീർച്ചയായിട്ടും ITC പോലെയുള്ള സ്റ്റോക്കുകൾക്ക് ഗുണകരമാകും. അതുപോലെ യുണൈറ്റഡ് സ്പിരിറ്റ്സ്, യുണൈറ്റഡ് ബ്രൂവറീസ്, റാഡിക്കോ കേത്താൻ പോലെയുള്ള സ്റ്റോക്കുകളും നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ധാരാളം ഹോളിഡേയ്സ് വരാൻ പോവുകയാണ്. നമുക്കറിയാം December 25 മാർക്കറ്റ് ഹോളിഡേ ആണ്, വെനസ്ഡേ. എന്നാൽ അമേരിക്കൻ മാർക്കറ്റിൽ December 24 തന്നെ ഹോളിഡേ ആരംഭിക്കും. ഓസ്ട്രേലിയ, യുണൈറ്റഡ് കിങ്ഡം, ഹോങ്കോങ്, ഫ്രാൻസ്, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിലും 24 മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. December 26 ജർമ്മനി, ഫ്രാൻസ്, ഓസ്ട്രേലിയ പോലെയുള്ള ഇന്റർനാഷണൽ മാർക്കറ്റുകൾ ക്ലോസ് ആയിരിക്കും. കാരണം ബോക്സിംഗ് ഡേ, നമുക്കറിയാം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന ആഘോഷങ്ങളാണ് ബോക്സിംഗ് ഡേ എന്ന് പറയുന്നത്. ആ ഒരു ഡേയിലും മാർക്കറ്റ് ക്ലോസ് ആയിരിക്കും. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ധാരാളം ട്രേഡ് ഹോളിഡേയ്സ് ഉള്ള ഒരു ആഴ്ചയാണ് വരാൻ പോകുന്നത് എന്നുകൂടി ഇൻവെസ്റ്റേഴ്സ് ഓർക്കണം. മറ്റൊരു കാര്യമുള്ളത് US മാർക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസുകളാണ്. അപ്പോൾ ഈ വർഷത്തെ ഒരു നൈറ്റ്മെയർ പോലെ ഏറ്റവും മോശം തകർച്ച കണ്ട ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞുപോയത് US മാർക്കറ്റിൽ. പക്ഷേ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒരു ഫ്രൈഡേ നമുക്ക് പല ഇൻഡെക്സുകളും പച്ചകത്തി നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അമേരിക്കയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അവരുടെ പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഇൻഡെക്സ് റിപ്പോർട്ട് കാണിക്കുന്നത് 2.4% ഒരു റൈസാണ്. അപ്പോൾ ആ ഒരു ഉയർച്ച അവർ എസ്റ്റിമേറ്റ് ചെയ്ത 2.5 എന്നുള്ള ആ ഒരു ഉയർച്ചയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫിഗറാണ് കാണാൻ കഴിയുന്നത്. കൂടാതെ കൺസ്യൂമർ സ്പെൻഡിങ് അമേരിക്കയിൽ ഇൻക്രീസ് ചെയ്തതായിട്ടും അവരുടെ ഡാറ്റകൾ സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു എക്കണോമിക് റീസൈലൻസ്, അപ്പോൾ എക്കണോമിക്ക് വലിയ തോതിൽ എല്ലാ തിരിച്ചടികളും പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇതൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രൈഡേ സെഷനിൽ എല്ലാ ഇൻഡെക്സുകളും നേരിയ തോതിലെങ്കിലും തിരിച്ചു കയറിയത്. അപ്പോൾ S&P 500 1.09% അപ്പായിരുന്നു. അതുപോലെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് ഇൻഡെക്സ് 1.03% അപ്പായിരുന്നു. അതുപോലെ ഡൗ ജോൺസ് 1.18% അപ്പായിരുന്നു. അപ്പോൾ US മാർക്കറ്റിൽ ഒരു റിക്കവറിയുടെ ലക്ഷണങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റ് ഈ വീക്കിൽ നമുക്ക് കാണാൻ പോകുന്നത് സൊമാറ്റോ സെൻസെക്സിലേക്ക് ഇടപെടുന്നു എന്നുള്ളത്. December 23 ഈ ഒരു റീബാലൻസിങ് നടക്കുക.
ഇത് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്, പക്ഷെ അതിൻ്റെ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നത് ഡിസംബർ 23-നാണ്. ഇപ്പോൾ ഫ്രണ്ട് ലൈൻ ഇൻഡെക്സുകളിൽ ആദ്യമായിട്ടാണ് ഒരു ന്യൂ ഏജ് ടെക്നോളജി സ്റ്റോക്ക് സെൻസെക്സിലേക്ക് അതിൻ്റെ പാർട്ടാവുന്നത്. ഇപ്പോൾ സൊമാറ്റോ ആ ഒരു പൊസിഷനിലേക്ക് കയറുമ്പോൾ JSW സ്റ്റീലാണ് അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ സൊമാറ്റോ ഈ സെൻസെക്സ് 30 ഇൻഡെക്സിലേക്ക് വരുന്നതോടുകൂടി ഏകദേശം $513 മില്യൺ ഒരു ഇൻഫ്ലോ സെൻസെക്സിലേക്ക് ഉണ്ടാകുമെന്നും, അതേപോലെ ഈ JSW പുറത്തേക്ക് പോകുമ്പോൾ $252 മില്യൺ ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകുമെന്നും നുവാമ പോലെയുള്ള ബ്രോക്കറേജ് ഹൗസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൊമാറ്റോയിൽ ഓൾറെഡി നടന്ന റണ്ണപ്പ് ഈ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കൂടാതെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ITC, ഇൻഫോസിസ്, അതുപോലെ സൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇതിൻ്റെയൊക്കെ വെയിറ്റേജിൽ ചെറിയൊരു കുറവ് ഈ വീക്കിൽ ഉണ്ടാവുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിൽ ചെറിയ തോതിൽ ഔട്ട്ഫ്ലോ ഈ സ്റ്റോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും നുവാമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാർക്കറ്റിനെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള FII സെല്ലിംഗ് ഡാറ്റകൾ അത് നമ്മൾ പരിശോധിച്ചാൽ ഡിസംബർ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെ 4121 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് മാത്രമാണ് നമുക്ക് FIIസിൻ്റെ ഇത് കാണാൻ കഴിയുക. അപ്പോൾ ഇത് ഒക്ടോബർ ഡിസംബർ മന്തുകളെ അപേക്ഷിച്ച് വളരെയധികം കുറവാണ്. കാരണം ഒക്ടോബർ മാസം മാത്രം 1,14,000 കോടിയുടെയും നവംബർ മാസം 45,000 കോടിയുടെയും നെറ്റ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ FII സെല്ലിംഗ് ഡാറ്റ കുറച്ചുകൂടി ആശ്വാസകരമായ ഒരു ഡാറ്റയാണ് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇനിയും ട്രേഡിംഗ് സെഷൻ ഉള്ളതുകൊണ്ട് ഈ ഡാറ്റ എത്രമാത്രം ഉയരുകയോ താഴുകയോ ആണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിഫ്റ്റിയുടെ ലെവലുകളാണ്. ഇപ്പോൾ 200 സിമ്പിൾ മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ ഇനി 23,200 അതുപോലെ 23,100 എന്നുള്ള ലെവലുകൾ ആണ് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ലെവലും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,800 വരെ നിഫ്റ്റി പോകാനുള്ള സാധ്യതയാണ് ടെക്നിക്കൽ ചാർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നാൽ ഒരു റിക്കവറി ഉണ്ടാകുകയാണെങ്കിൽ അത് 23,800 അതുപോലെ 24,000 ഈ രണ്ട് ലെവലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ 24,150 അതുപോലെ 24,300 ലെവലുകളിലേക്ക് നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു റിക്കവറി വളരെ സ്ലോ ആയിട്ട് മാത്രമേ നടക്കൂ എന്നാണ് നമുക്ക് മൊത്തത്തിലുള്ള ചാർട്ട് അനലൈസ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ ഈ ആഴ്ച നമ്മൾ വാച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങൾ IPOകളാണ്. ഒരു മെയിൻ ബോർഡ് IPO വരുന്നുണ്ട്, അത് യൂണിമെക് എയറോസ്പേസിൻ്റെ IPO ആണ്. അതുപോലെ 2 SME IPOകളും മാർക്കറ്റിൽ ഈ ആഴ്ചയാണ് വരാൻ പോകുന്നത്. അപ്പോൾ യൂണിമെക് എയറോസ്പേസ് IPO വളരെയധികം സാധ്യതയുള്ളൊരു സെക്ടർ ആയതുകൊണ്ട് അവിടെ വലിയ തോതിലുള്ള ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ട്. അതിൻ്റെ പ്രൈസ് ബാൻഡ് 745 785 എന്ന വിലയിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഡിസംബർ 23-ന് ആണ് ഈ IPO ഓപ്പൺ ചെയ്യുന്നത്. ഇത് കൂടാതെ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ചെയ്ത പല IPOകളുടെയും ലിസ്റ്റിംഗ് നടക്കുന്നത് ഈ ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് ആ സ്റ്റോക്കുകളുടെ ലിസ്റ്റിംഗ് നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. അത് വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി, അതുപോലെ സിനോർസ് ഫാർമസ്യൂട്ടിക്കൽസ്, കരാറോ ഇന്ത്യ, DAM ക്യാപിറ്റൽ, ഡാം ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ ലിസ്റ്റിംഗ് ഈ ആഴ്ച നടക്കും. അപ്പം അതും നമ്മൾ വാച്ച് ചെയ്യാവുന്ന ഒരു ഇവൻ്റായിട്ട് കാണാവുന്നതാണ്. അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൂപ്പി വേഴ്സസ് ഡോളർ. ഇപ്പോൾ റൂപ്പിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കടന്നുപോയത്. എന്നാൽ ലാസ്റ്റ് ഡേ കണ്ട ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് റൂപ്പിയുടെ ഒരു റിക്കവറി സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അത് 8.95 നിന്നും അത് 85.04 ഒരു 9 പൈസയുടെ ഒരു റിക്കവറി നമുക്ക് റൂപ്പി വാല്യൂവിൽ കാണാൻ കഴിയും. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. എങ്കിലും അമേരിക്കൻ ഡോളർ കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ റൂപ്പിയുടെ ഒരു വീക്ക്നെസ് തുടരുമെന്ന് തന്നെയാണ് പല മാർക്കറ്റ് അനലിസ്റ്റുകളും അതുപോലെ ഫോറക്സ് ട്രേഡേഴ്സും സൂചിപ്പിക്കുന്ന കാര്യം. മറ്റൊന്ന് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിട്ടുള്ള നേരിയ വർധനമാണ്. നമുക്ക് WTI ഓയിൽ കോൺട്രാക്ട്സുകൾ ഏകദേശം 0.29% അപ്പായതായി കാണാം. അതുപോലെ ബ്രണ്ട് ഓയിൽ ഫ്യൂച്ചേഴ്സ് 0.14% അപ്പായിട്ടുണ്ട്. അപ്പോൾ ഹൈ ക്രൂഡ് ഓയിൽ പ്രൈസസ് തീർച്ചയായിട്ടും അത് ഇൻഫ്ലേഷൻ്റെ ആ ഒരു ഭയത്തെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും ഇൻഫ്ലേഷന് ഗുണകരമല്ല. അപ്പം അതും നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റ് ആയിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ആക്ഷൻ അടുത്ത വീക്ക് വരാൻ പോകുന്നത് മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൻ്റേതും അതുപോലെ വേദാന്തയുടേതുമാണ്. അപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഡിവിഡൻറ്റ് അനൗൺസ്മെൻറ്റ്, അതുപോലെ ബോണസ് ഷെയർ അഷ്യൂറൻസ്, അതുപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ട ഇവൻറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രധാന ഇവൻറ്റുകളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പോൾ ട്രേഡിംഗ് സെഷനിൽ കുറവുള്ള അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ഇവൻറ്റുകൾ വാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കേണ്ടതാണ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ് വീക്ക് നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.